ഹലോ ഓൾ നിങ്ങളുടെ എല്ലാവരുടെയും അതായത് ഒത്തിരി പേരുടെ ആവശ്യങ്ങൾ അറിയിച്ചതനുസരിച്ച് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്ലാനാണിത്. അതായത് വളരെ ചിലവ് കുറച്ച് ചെയ്യാവുന്ന രീതിയിലുള്ള അതായത് ഏകദേശം 4-5 ലാക്സിൻ്റെ ഉള്ളിൽ തീർക്കാവുന്ന ഒരു 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വീട്. അതാണ് ആ ഒരു പ്ലാനാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ വിസ്തീർണ്ണം എന്ന് പറയുന്നത് ഏകദേശം 548 സ്ക്വയർ മീറ്റർ മാത്രം വലിപ്പമുള്ള മനോഹരമായിട്ടുള്ള ഒരു 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മളിന്നിവിടെ നോക്കുന്നത്. അതായത് ഇതിൻ്റെ മിനിമം നമുക്ക് ആവശ്യമായിട്ടുള്ള പ്ലോട്ട് എന്ന് പറയുന്നത് 10 മീറ്റർ വീതിയും ഏകദേശം 11 മീറ്റർ മാത്രം നീളമുള്ള ഒരു പ്ലോട്ടാണ് നമുക്കിതിനാവശ്യമായിട്ടുള്ളത്. നമുക്ക് നോക്കാം ഈ ഒരു പ്ലോട്ടിൽ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുള്ളത്, ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഈ ഒരു കോർണർ ഈ മൂലഭാഗത്തായിട്ട് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്ന സിറ്റ് ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ സിറ്റ് ഔട്ടാണ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ളത്. ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ നീളം എന്ന് പറയുന്നത്, അതായത് ഈ ഒരു നീളം എന്ന് പറയുന്നത് 2 മീറ്റർ 25 സെൻറ്റിമീറ്റർ നീളവും 1 മീറ്റർ 75 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു സിറ്റ് ഔട്ട് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ആ സിറ്റ് ഔട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് ആവശ്യമായിട്ട് 2 സ്റ്റെപ്പുകൾ നമ്മളിവിടെ നൽകിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈ ഒരു സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ്. ഈ ഒരു ഡൈനിങ് ഏരിയയുടെ സ്പേസ് എന്ന് പറയുന്നത് ഈ ഒരു നീളം, അതായത് ഈ ഒരു ഭിത്തി മുതൽ ഈ ഒരു ഭിത്തി വരെയുള്ള നീളം എന്ന് പറയുന്നത് ഏകദേശം 3 മീറ്റർ നീളവും ഈ ഒരു വീതി എന്ന് പറയുന്നത് 2 മീറ്റർ 80 സെൻറ്റിമീറ്റർ വീതിയോട് കൂടിയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസാണ് നമ്മൾ ഈ ഒരു വീടിനായിട്ട് നൽകിയിരിക്കുന്നത്. പിന്നീട് നമുക്ക് 2 ബെഡ്റൂമുകളാണെന്ന് പറഞ്ഞു. നമ്മൾ ഈ ഒരു 2 ബെഡ്റൂമുകളും ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെ പ്രവേശിക്കാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഡൈനിങ് ലിവിങ് പ്ലസ് ഡൈനിങ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു റൂമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു ബെഡ്റൂം, ഇവിടെ ഒരു ബെഡ്റൂം, അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം, ഇങ്ങനെ 2 ബെഡ്റൂമുകളാണ് നമ്മളതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ്, ഈ ഒരു ബെഡ്റൂമിൻ്റെ നീളം ഇൻറ്റു വീതി എന്ന് പറയുന്നത് 3 മീറ്റർ നീളവും അതുപോലെ തന്നെ 3 മീറ്റർ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് നമ്മൾ നൽകിയിരിക്കുന്നത്. 3 മീറ്റർ ബൈ 3 മീറ്റർ. സെയിം ഈ ഒരു ബെഡ്റൂമിൻ്റെ കാര്യം എടുത്താലും നമ്മൾ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു സൈസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് 3 മീറ്റർ നീളവും അതുപോലെ തന്നെ 3 മീറ്റർ വീതിയും, 3 മീറ്റർ ബൈ 3 മീറ്റർ എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു 2 ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളൊരു കോമൺ ടോയ്ലറ്റ് നമ്മൾ ഡൈനിങ് ഏരിയയ്ക്ക് തൊട്ടടുത്തായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു കോമൺ ടോയ്ലറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1 മീറ്റർ 85 സെൻറ്റിമീറ്ററോളം നീളവും വീതി എന്ന് പറയുന്നത് 1 മീറ്റർ 50 സെൻറ്റിമീറ്റർ വീതിയും വരുന്ന ഒരു കോമൺ ടോയ്ലറ്റ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഡൈനിങ് റൂമിൽ നിന്ന് എൻട്രി എടുക്കാവുന്ന ഒരു കിച്ചൺ, മനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ നൽകിയിരിക്കുന്നത്. ഏകദേശം 3 മീറ്റർ നീളവും 2 മീറ്റർ 60 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു കിച്ചണാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ളത്. സോ ഈ ബ്ലൂ ലൈൻസ് എന്ന് പറയുന്നത് നമ്മളുടെ പുറം വരുന്ന ഭിത്തികൾ, അതായത് പുറത്തുള്ള വാളും ഈ ഒരു തിക്നെസ് എന്ന് പറയുന്നത് നമ്മളുടെ അകത്ത് വരുന്ന ഭിത്തികളുമാണ് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു യെല്ലോ കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഡോർസും. സോ ഇതിൻ്റെ ഡോറുകൾ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഡോറ് നമ്മൾ നൽകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്രണ്ട് ഡോർ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ 1 മീറ്റർ മിനിമം 20 സെൻറ്റിമീറ്റർ, നമുക്കത് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാം. ഒരു മിനിമം റിക്വയർമെൻറ്റ്, അതായത് ഫ്രണ്ട് ഡോറാണെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു വീതി കൂടിയത്, അതായത് 1 മീറ്റർ 20 സെൻറ്റി മിനിമം വരുന്ന ഒരു ഡോറ് നമുക്കിതിന് നൽകാം. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സിൽ ലെവൽ, അതായത് പ്ലിന്ത് ലെവൽ വരെ 2 മീറ്റർ 10 സെൻറ്റിമീറ്ററിൻ്റെ ഹൈറ്റ് നമുക്ക് കൊടുക്കാം. പിന്നീട് വരുന്ന മറ്റൊരു ഡോർ എന്ന് പറയുന്നത് 2 ബെഡ്റൂമുകൾക്കും ഈ ഒരു കിച്ചൺ, അതുപോലെ തന്നെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഡോർ എന്ന് പറയുന്നത് നമുക്ക് 90 സെൻറ്റിമീറ്റർ വീതി വരുന്ന ഡോറ് നമുക്ക് നൽകാം അതിന്. അതുപോലെ തന്നെ ഈ ഒരു ടോയ്ലറ്റിന് നൽകുന്ന ഡോർ എന്ന് പറയുന്നത് ഏകദേശം 75 സെൻറ്റിമീറ്റർ വീതി വരുന്ന ഒരു ഡോറ് നമുക്ക് ഈ ടോയ്ലറ്റിന് നൽകാം. പിന്നീട് നമുക്ക് ഈ ഒരു ഇതിൻ്റെ വിൻഡോ കാര്യം എടുക്കുകയാണെങ്കിൽ, ഈ വിൻഡോൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ മെയിൻ വിൻഡോസ്, അതായത് ബെഡ്റൂമുകൾക്കുള്ള വിൻഡോസ്, അതുപോലെ തന്നെ ഈ ലിവിങ് റൂമുകൾക്കുള്ള വിൻഡോ, അതായത് ഈ 1 2 3 4 5 വിൻഡോസ് നമ്മൾക്ക് 3 കള്ളിയുള്ള, അതായത് ഒരു
ഇതിൻ്റെ ജനലിൻ്റെ വീതി എന്ന് പറയുന്നത് 1 മീറ്റർ 50 സെൻറ്റിമീറ്റർ വീതിയും 1 മീറ്റർ 50 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ജനലുകൾ നമുക്കിതിന് കൊടുക്കാൻ സാധിക്കും. പിന്നീട് വരുന്ന ഒരു ജനലെന്ന് പറയുന്നത് ഈ കിച്ചണിലേക്ക്, കാരണം വീതി കുറഞ്ഞ ജനലുകൾ, അതായത് 2 കള്ളി ജനലുകൾ മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. സോ അതുകൊണ്ട് നമുക്ക് 1 മീറ്റർ വീതിയും 1 മീറ്റർ 50 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള 2 ജനലുകൾ നമുക്ക് ഈ കിച്ചണിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും, കിച്ചണിന് നൽകാം. അതുപോലെ തന്നെ മറ്റൊരു വെന്റിലേഷൻ എന്ന് പറയുന്നത് ഈ ടോയ്ലറ്റ് ഭാഗത്ത്. ടോയ്ലറ്റിന് നമുക്ക് അത്രയും വലിയ ഒരു വെന്റിലേഷൻ നമുക്ക് ആവശ്യമായിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് 50 സെൻറ്റിമീറ്റർ നീളവും ഏകദേശം 30 സെൻറ്റിമീറ്റർ വീതിയും വരുന്ന വെന്റിലേഷൻ മാത്രമാണ് നമുക്ക് ഈ ടോയ്ലറ്റിന് ആവശ്യമായിട്ടുള്ളത്. സോ ഇത് നമുക്ക് ഏറ്റവും, അതായത് എന്നോട് ആവശ്യപ്പെട്ട ആളുകൾക്ക് ഇത് ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. ഈ ഒരു ഫ്രണ്ടിൻ്റെ ഈ ഒരു പ്ലാൻ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ലൊരു എലിവേഷൻ തന്നെ നമുക്കിതിന് തയ്യാറാക്കാം. സോ ഇത് ഒരു 2 ബെഡ്റൂം ഇഷ്ടപ്പെടുന്ന, അതായത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഒരു ചെറിയ വീട് എന്നുള്ള ഒരു സ്വപ്നം ഉണ്ടാവുന്ന ആളുകൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പ്ലാൻ തന്നെയാണ് ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. സോ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.